ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവം. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ശിപ്പായി മേള. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ്. തീയതി 1857 മെയ് 10. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ: കാൻപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ലക്നൗ ബീഗം ഹസ്രത് മഹൽ, ഫൈസലാബാദ് മൗലവി അഹമ്മദുള്ള, ഡൽഹി ജനറൽ ബഖ്ത് ഖാൻ, ഝാൻസി റാണി ലക്ഷ്മിഭായ്, ബീഹാർ കൻവർ സിംഗ്, ബറേലി ഖാൻ ബഹദൂർ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത് വി.ഡി. സവർക്കർ. 1857 വിപ്ലവത്തിൽ ഡൽഹിയുടെ ഭരണാധികാരിയായി വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ രാജാവ് ബഹദൂർ ഷാ സഫർ. റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ പേര് മണികർണിക. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഝാൻസി റാണി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് താന്തിയ തോപ്പി. 1857 വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് നാനാ സാഹിബ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് 1858 ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 1858 വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് മേയോ പ്രഭു. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവ് മേയോ പ്രഭു. ഇന്ത്യയിൽ വച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭു. മേയോ പ്രഭുവിനെ വധിച്ച തടവുകാരൻ ഷേർ അലി. ഒവൻ മേരിടത്ത് എന്ന തൂലികനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയി ലിട്ടൺ പ്രഭു. 1877 ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭു. ഇന്ത്യയിൽ ആയുധ നിയമം, ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബിൽ പാസാക്കിയത് റിപ്പൺ പ്രഭു. നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വൈസ്രോയി ലിട്ടൺ പ്രഭു. നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി മേയോ. വർഷം 1871. ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു. വർഷം 1881. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭു. കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞത് കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കേഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കേഴ്സൺ പ്രഭു. മിന്റോ മോർലി ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വൈസ്രോയി മിന്റോ പ്രഭു. വർഷം 1909. 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ്. വർഷം 1911. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം നടപ്പിലാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡ്. വർഷം 1919. റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡ്. വർഷം 1919. റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. റൗലറ്റ് ആക്ടിന്റെ ഫലമായി ഉണ്ടായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പഞ്ചാബിലെ ഗവർണർ മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ഇന്ത്യൻ വിപ്ലവകാരി ഉധം സിംഗ്. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെച്ച വർഷം 1931. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ.
രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനം നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗ്ടൺ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ലിൻലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻലിത്ഗോ പ്രഭു. ചെങ്കോട്ടയിൽ INA പട്ടാളക്കാരുടെ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ വൈസ്രോയി വേവൽ പ്രഭു. 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം 1930 അഹമ്മദാബാദ് സമ്മേളനം. മുസ്ലിം ലീഗ് ഡയറക്ട് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് 1946 ഓഗസ്റ്റ് 16. പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റഹ്മത്ത് അലി. ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് അലി ജിന്ന. വർഷം 1940. സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് മഹാത്മാഗാന്ധി. വർഷം 1920. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. വർഷം 1922. ഇന്ത്യയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷന്റെ ചെയർമാൻ ജോൺ സൈമൺ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. വട്ടമേശ സമ്മേളനങ്ങൾക്ക് വേദിയായ സ്ഥലം ലണ്ടൻ. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ ഉടമ്പടി. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രമുഖ ദേശീയ നേതാവ് ഡോക്ടർ BR അംബേദ്കർ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഉപ്പ് സത്യാഗ്രഹം. വർഷം 1930. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് മാർച്ച് നടത്തിയ നേതാവ് K. കേളപ്പൻ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയി മൗണ്ട് ബാറ്റൻ. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി. ബാൾക്കൺ പദ്ധതി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതി. ജൂൺ 3 പദ്ധതി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതി. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയത് 1947 ജൂലൈ 18.